രഞ്ജിത്ത്, നമ്മൾ നേരത്തെയും വളരെ പ്രധാനപ്പെട്ട മൊഴികൾ ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിച്ചത്? ഇപ്പോഴിതാ ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നതിൽ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ദിലീപ് എന്ന ആരോപണമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ദിലീപിന് കൃത്യമായൊരു ശത്രുത നടിയുമായി ഉണ്ടായിരുന്നു. ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി അടക്കം ഉണ്ടായി. ഇത്തരം വാദങ്ങളിലേക്കാണ് പ്രോസിക്യൂഷൻ പോയത്. നമുക്ക് ആ വാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ ഒരു പശ്ചാത്തലം? എവിടെ വെച്ച് എങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ടിരുന്നത്. അഭിലാഷ്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് ഈ നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട മോട്ടീവ് എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ദിലീപിന് അതിജീവിതയോടുള്ള കടുത്ത ശത്രുതയായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് കാവ്യമാധവൻ ദിലീപുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ കണ്ട ചില മെസ്സേജുകൾ, ആ മെസ്സേജുകൾ മഞ്ജുവിനോട് വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ആ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് നടിയാണ് എന്നുള്ള വിവരം ദിലീപിന് ലഭിക്കുകയും തുടർന്ന് ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നടിയെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിന് പിന്നിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു മോട്ടീവ് ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ, വിധിന്യായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ജഡ്ജ്മെന്റിലേക്കും മറ്റും വരുമ്പോൾ ഈ വാദങ്ങൾ പൂർണ്ണമായും കോടതി തള്ളുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ, അത് 2012-ലും 2013-ലുമായി നടന്നതാണ്. അതിലൊന്ന് യൂറോപ്യൻ ഷോ, അതായത് ദിലീപ് ഷോ എന്ന പേരിൽ ദിലീപും നാദിർ ഷായും അടക്കമുള്ള നിരവധി നടന്മാർ, നാദിർ ഷായുണ്ട്, റിമി ടോമിയുണ്ട്, കാവ്യമാധവനുണ്ട്, ഈ പറഞ്ഞ അതിജീവിതയുണ്ട്, അതിജീവിയുടെ അമ്മയുണ്ട്, അങ്ങനെ അടക്കമുള്ള നിരവധിയായ നടന്മാർ പങ്കെടുത്ത ഒരു ഷോ, അത് യൂറോപ്യൻ ഷോയായി നടന്നിരുന്നു. 2012 മാർച്ച് 25 മുതൽ ജൂൺ 30 വരെയുള്ള ഒരു ദീർഘകാലം നീണ്ടുനിന്ന ഒരു ഷോ ആയിരുന്നു അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം, നേരത്തെ അതിന് മുൻപ് നടന്ന അമേരിക്കൻ ഷോയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ, ഇതിനിടയിലാണ് ഈ നടി ഇത്തരം കാര്യങ്ങൾ മഞ്ജു വാര്യരോട് ഷെയർ ചെയ്തു എന്ന ദിലീപിന്റെ ബോധ്യം വന്നത്. ഇതേ തുടർന്ന് ഈ യൂറോപ്യൻ ഷോയിൽ പോകാൻ നടി താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു മൊഴിയായി തന്നെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നതുകൊണ്ട്, കരാർ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രമാണ് നടി ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ ഷോയിലെ പ്രധാനികളായി ഉണ്ടായിരുന്നത് ദിലീപും നടിയുമായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നടിക്ക് മാറി നിൽക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് മാത്രമാണ് ഈ ഷോയിൽ അവർ പങ്കെടുത്തത് എന്നാണ് മൊഴിയായി പറഞ്ഞത്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾ നടിയുടെ അഭിഭാഷകൻ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ദിലീപ് ആ സമയത്ത് തന്നോട് മിണ്ടിയിരുന്നില്ല എന്നാണ് നടി മൊഴിയായി കോടതിയിൽ നൽകിയത്. ഈ സമയത്ത് ഈ യൂറോപ്യൻ ഷോയിൽ ഉടനീളം ദിലീപ് മിണ്ടിയിരുന്നില്ല എന്നുള്ള മൊഴി നടി നൽകുന്നു. PW36, അതായത് റിമി ടോമിയും PW181 പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളായ റിമി ടോമിയും നാദിർ ഷായും എന്താണ് ചില പ്രശ്നങ്ങൾ എന്ന് തന്നോട് ചോദിച്ചു എന്നും നടി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതാണ്. 7 ഷോകളാണ് യൂറോപ്പിലുടനീളം ഇത്ര ദിവസങ്ങളിലായി ഈ താരങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടിയുണ്ടായിരുന്നത്. ദീർഘമായ യാത്രകൾ വേണ്ടിവരും, നിരവധിയായ സമ്പർക്കങ്ങൾ വേണ്ടിവരുന്ന ഒരു ഷോയാണ്. സ്കിറ്റുകളുടെ പ്രാക്ടീസുകളും മറ്റും സ്വാഭാവികമായും ഉണ്ടാകും. യാത്രക്കിടെ നമുക്കറിയാം, ഈ സുബിയും, മരിച്ചുപോയ നടി സുബി, ഷാജോൺ, കലാഭവൻ ഷാജോൺ, ധർമ്മജൻ എന്നിവരുടെയും ഒരു സാന്നിധ്യം ഈ ഷോയിൽ ഉണ്ടായിരുന്നു. ഈ ഷോയിലുടനീളം അവർ പ്രധാന പങ്കാളികളുമായിരുന്നു എന്നുള്ളതാണ്. യാത്രക്കിടയിൽ നടി പറഞ്ഞത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ്. ദീർഘദൂരമുള്ള ഒരു യാത്രയായിരുന്നു. യൂറോപ്യൻ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ദീർഘദൂരങ്ങളിൽ ബസ്സിലും മറ്റും യാത്ര ചെയ്യേണ്ടി വരുന്ന പശ്ചാത്തലം ഉണ്ടാകും. ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിലേക്കൊക്കെ പോകുമ്പോൾ ഈ യാത്രക്കിടയിൽ തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച്, അമ്മ മാത്രമല്ല മറ്റ് സഹതാരങ്ങളും ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടി പറയുന്നത്. സഹതാരങ്ങളടക്കം ഉള്ള മുന്നിൽ വെച്ച്, അതായത് തന്നെ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നടി മൊഴിയായി മുന്നോട്ട് വെച്ചത്. ഈ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കാവ്യമാധവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തി പറയണം എന്നാവശ്യപ്പെട്ടാണ് ദിലീപ് ഭീഷണിപ്പെടുത്തിയത് എന്ന് അതിജീവിതയായ
നടി പറയുന്നു. എനിക്കെതിരെ നിന്നവരാരും മലയാള സിനിമയിൽ എവിടെയും എത്തിയിട്ടില്ലെന്നാണ് ബസ്സിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വന്നത്. അത് ഏറെ നിർണായകമായ ഒരു വിവരമായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താരങ്ങളെല്ലാം ഉള്ളപ്പോൾ യാത്രക്കിടയിൽ ബസ്സിൽ വെച്ചാണ്, അത് മാത്രമല്ല പറയുന്നത്, തിരിച്ചു വരുമ്പോൾ നീ എന്നെ വിളിക്കണം എന്നാവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചില സിനിമകൾ ചെയ്യാം, 1, 2, 3 സിനിമകൾ ഒരുമിച്ച് അടുത്തടുത്ത് ചെയ്തു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ തെറ്റിദ്ധാരണ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ദിലീപ് പറഞ്ഞു എന്നാണ് നടി മൊഴിയായി നൽകിയത്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അത് അമ്മയുടെ താരസംഘടനയായ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ്. മഴവിൽ അഴകിൽ അമ്മ എന്ന ഒരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അന്ന് ഒരു ചാനലുമായി ചേർന്നാണ് ഈ പരിപാടി നടത്തിയിരുന്നത്. തിരുവനന്തപുരത്തും ഷോ ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിലും മറ്റും ഷോ ഉണ്ടായിരുന്നു. അന്ന് അബാദ് പ്ലാസയിൽ ആണ് റിഹേഴ്സൽ ക്യാമ്പ്. ഇത് മറ്റേ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട സംഭവവികാസം നടന്നത് 2012-ലാണെങ്കിൽ അബാദ് പ്ലാസയിൽ നടന്ന സംഭവം 2013-ലാണ്. അപ്പോൾ അവിടെ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ റിഹേഴ്സൽ ക്യാമ്പ് നടന്നത് എന്നുള്ളതാണ്. അന്നും ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നടി പറയുന്നത്. തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന മൊഴിയായി നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് കാവ്യ മാധവനുമായുള്ള ബന്ധം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുകയും ചില ഓൺലൈനിൽ അന്ന് ഈ പറഞ്ഞ ചില മാസികകളിലും മറ്റും ഇത്തരം ചില പ്രചരണങ്ങൾ വരികയും മറ്റും ചെയ്തു. അത് ഈ അമ്മ സംഘടനയ്ക്കിടയിൽ വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലവും മറ്റും ഉണ്ടാവുകയാണ്. ഇത് ഈ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ അമ്മ അംഗങ്ങളിൽ ചിലർ കാവ്യ മാധവനോട് ചോദിച്ചു എന്നാണ് നടി മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചതിനെ തുടർന്ന് കാവ്യ മാധവൻ പൊട്ടിക്കരഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അവർ ആ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ആ പൊട്ടിക്കരഞ്ഞ വലിയ വിഷമത്തോടു കൂടി മാറി നിന്നു എന്ന കാര്യവും പറയുന്നുണ്ട്. ഇത് ദിലീപിന് നടിയോട് വൈരാഗ്യം വല്ലാതെ കൂട്ടാൻ ഇടയാക്കി. കാരണം ഈ അതിജീവിതയായ നടിയാണ് ഇക്കാര്യം മഞ്ജുവിനോട് പറഞ്ഞതെന്നും മറ്റുള്ള ആളോട് പറഞ്ഞു നടക്കുന്നത് എന്നുമുള്ള ചില പ്രചരണങ്ങൾ, അത്തരം ചില ബോധ്യങ്ങൾ ദിലീപിനുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദിലീപിന് വലിയ നാണക്കേടായി എന്ന് മൊഴിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നടിയെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്നു. ഇതിനിടയിൽ ഈ വിഷയം നടന്നപ്പോൾ, ഈ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ ഇത്രയും വലിയ സംഭവവികാസം നടക്കുമ്പോൾ നടൻ സിദ്ദിഖ് ഇടപെട്ടിട്ടാണ് ഈ വിഷയത്തിൽ ഇവരെ പിടിച്ചു മാറ്റുകയും സമാധാനപ്പെടുത്തുകയും മറ്റും ചെയ്തത്. ഇതിനിടയിൽ സിദ്ദിഖും തന്നോട് ഷൗട്ട് ചെയ്തു എന്ന് നടി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രോസിക്യൂഷൻ ആർഗ്യുമെന്റ് നോട്ട് പേജ് നമ്പർ 59-ലും 60-ലും ഈ സംഭവ വികാസം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ദിലീപിന് നടിയോടുള്ള വൈരാഗ്യം കൂട്ടാൻ ഇടയാക്കി. അതായത് കാവ്യ മാധവനോട് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് പരസ്യമായി ചിലർ എന്താണ് ദിലീപുമായുള്ള ബന്ധമെന്ന് ചോദിക്കുകയും അത് കാവ്യ പൊട്ടിക്കര ഇടയാക്കുകയും മറ്റും ചെയ്തപ്പോൾ അത് ദിലീപിന് വൈരാഗ്യം വലുതോതിൽ നടിയോട് കൂടാൻ ഇടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ സാക്ഷികളുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്നു എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷനും മറ്റും മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് റിഹേഴ്സൽ ക്യാമ്പിനിടെ ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മറ്റും പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഭാമയും തന്നോട് ഇക്കാര്യം ചോദിച്ചു, പച്ചയ്ക്ക് കത്തിക്കും എന്ന കാര്യമൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു. ഈ രണ്ട് സംഭവ വികാസങ്ങളാണ് അഭിലാഷ് പ്രധാനമായും ഇത്തരത്തിൽ വൈരാഗ്യം കൂടാൻ, ദിലീപിന് നടിയോട് വൈരാഗ്യം കൂടിയതും ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ടും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ യൂറോപ്യൻ ട്രിപ്പിലെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ, അതിനുശേഷം അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന വിഷയങ്ങൾ, ഇത് രണ്ടും വളരെ പ്രധാനമായി ഒരു ആർഗ്യുമെന്റായി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു.